Welcome to CSIR JRF Net Examination class. Electronics topic transistors. Electronics. We see some questions from transistors. And this is the 5th lecture. In this is electronics. CSIR JRF Net Examination class. And at first we discuss some problems, and as a theory I will post a class based on transistors. Initially, we can see some of the questions and their answers. And after that, as the next class, I will send you a class on transistors. So, first question, IC. Here, suffix, but I can't suffix in I to I show IC, C suffix. One, IC is equal to ആൽഫയ്ക്ക് ഒരു എ ആണ് ഇരിക്കുന്നത്, കാരണം ടൈപ്പ് ആൽഫ ഇല്ലാത്തത് കൊണ്ട് എ ആണ് ഇരിക്കുന്നത്. എ ബൈ 1 മൈനസ് ആൽഫ ഇൻറ്റു ഐ ബീറ്റ. എ മൈനസ് 1 ബൈ 1 മൈനസ് ആൽഫ ഇൻറ്റു ഐ ബീറ്റ പ്ലസ് ഡാഷ്. ആ ഡാഷ് പൂരിപ്പിക്കാനാണ്. അപ്പോൾ അവിടെ സി യു എന്ന് പറയുന്ന സഫിക്സാണ്. സി ബി യു സഫിക്സാണ്. അതായത് കളക്ടർ ടു എമിറ്റർ കറണ്ട്. ICU എന്ന് പറഞ്ഞാൽ കളക്ടർ ടു എമിറ്റർ കറണ്ട് വെൻ ബേസ് ഇസ് ഓപ്പൺ. CBU എന്ന് പറഞ്ഞാൽ കളക്ടർ ടു ബേസ് കറണ്ട് വെൻ എമിറ്റർ ഈസ് ഓപ്പൺ എന്നാണ് അർത്ഥം. IC D 1 മൈനസ് ആൽഫ ഇൻറ്റു ഐ ബി. അപ്പോൾ ഇവിടെ IC ഈക്വൽ ടു എ ബൈ 1 മൈനസ് ആൽഫ ഇൻറ്റു ഐ ബി പ്ലസ് എന്താണ് കൂട്ടേണ്ടത്? ആൻസർ ഈസ് എ ആണ്. ICBO ആണ്. അത് ICU കൂട്ടണം. അതായത് ഈ ആൽഫ എന്ന് പറഞ്ഞാൽ ഈ ആൽഫ ബൈ 1 മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ ബീറ്റ. അപ്പോൾ ICS ബീറ്റ ഇൻറ്റു ഐ ബി. ബീറ്റ ഡെഫിനിഷൻ ആണല്ലോ. ഡെഫിനിഷനാണ്. ആ ബീറ്റ എന്ന് പറഞ്ഞാൽ IC ബൈ IB ആണ്. അപ്പോൾ ICS ബീറ്റ IB എന്നുള്ള ഇക്വേഷൻ തന്നിരിക്കുന്നത്. ഇനി ലീക്കേജ് കാർഡിലൂടെ എടുക്കുകയാണെങ്കിൽ അതിന് കൂടെ ICO വരണം. ഇപ്പം ബീറ്റ എന്ന് പറഞ്ഞാൽ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ്റെ ഗെയിനാണ് ബീറ്റ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലീക്കേജ് കറണ്ടായിട്ട് അന്നേരം റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഈ കോമൺ എമിറ്ററിൽ ലീക്കേജ് കറണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ICO എന്നാണ്. കോമൺ എമിറ്ററിൽ ലീക്കേജ് കറണ്ട് ICO എന്ന് പറയും. അപ്പോൾ അവിടെ അത് ചേർക്കുമ്പോൾ നമുക്ക് റൈറ്റിൽ ICO ഇട്ടാൽ മതി, ആ ഡാഷിൻ്റെ സ്ഥാനത്ത്. അടുത്ത ക്വസ്റ്റ്യൻ. In a transistor, signal is transferred from a dash circuit. ഒരു ട്രാൻസിസ്റ്റർ സിഗ്നൽ എവിടെ നിന്നാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക? ഹൈ റെസിസ്റ്റൻസ് ടു ലോ റെസിസ്റ്റൻസ്, ഹൈ റെസിസ്റ്റൻസ് ടു ലോ റെസിസ്റ്റൻസ്, ലോ റെസിസ്റ്റൻസ് ടു ഹൈ റെസിസ്റ്റൻസ്, ഹൈ റെസിസ്റ്റൻസ് ടു ഹൈ റെസിസ്റ്റൻസ്, ലോ റെസിസ്റ്റൻസ് ടു ലോ റെസിസ്റ്റൻസ്. ആൻസർ ഇസ് ബി. ആൻസർ ബി ആണ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇത്രയുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല. പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്, ലോ റെസിസ്റ്റൻസ് ടു ഹൈ റെസിസ്റ്റൻസ് ആണ്. നമ്മൾ എമിറ്ററിൽ നിന്ന് ബേസിലേക്കാണല്ലോ പോകുന്നത്. ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്യാരിയേഴ്സിൻ്റെ എണ്ണം കുറവാണ്, ക്യാരിയേഴ്സ് ഇല്ല. അപ്പോൾ നമ്മൾ ലോ റെസിസ്റ്റൻസ് ഉള്ള എമിറ്ററിൽ നിന്ന് കുറച്ചുകൂടി ഹൈ റെസിസ്റ്റൻസ് ഉള്ള ബേസിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് in a transistor, signal is transferred from a low resistance to a high resistance. അടുത്ത ക്വസ്റ്റ്യൻ. IC is equal to alpha E plus dash. A IB, ICO, ICBO, beta IB. ഇവിടെ ആൻസർ സി ആണ്. ആൻസർ സി ICU ആണ്. ICEO. ആൽഫ E പ്ലസ് ICU എന്ന് പറയും. കളക്ടർ ടു എമിറ്റർ കറണ്ട് വെൻ
ബേസ് സോപ്പ്. ആൻസർ സി ആണ് കേട്ടോ. ആൻസർ സി ആണ്. ICBU ആണ്. കാരണം ഇവിടെ ആൽഫ വരുന്ന കേസാണല്ലോ. ആൽഫ വരുന്ന കേസ് നമ്മൾ കോമൺ ബേസ് കോൺഫിഗറേഷനാണ്. ബേസ് കോൺഫിഗറേഷൻ. ഇത് ആൽഫ ഡെഫിനിഷനാണ്. ആൽഫ ഡെഫിനിഷൻ ആകുമ്പോൾ എന്താണ് ആൽഫ എന്ന് പറഞ്ഞാൽ IC/IE ആണ്. അപ്പോൾ അത് കോമൺ ബേസ് ആണ്. കോമൺ ബേസിൽ വരുന്ന ലീക്കേജ് കറണ്ട് ICBU ആണ്. കളക്ടർ ബേസ് കറണ്ട് എമിറ്ററി സോപ്പാണ്. അപ്പോൾ അവിടെ ICBU ആണ് ചേർക്കേണ്ടത്. ആൻസർ സി കേട്ടോ. ICBU. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ സർക്യൂട്ട് VCE, CE സഫിക്സ് ആണെന്ന് നോക്കണേ. VCE ഈക്വൽ ടു VCB പ്ലസ് ഡാഷ്. VCB പ്ലസ് ഡാഷ് CB സഫിക്സ് ആണ്. VBE, 2VBE, 5BE, none of this. അപ്പോൾ അവിടെ എന്താണ് ഓരോ വാല്യൂസ്? VC എന്ന് പറഞ്ഞാൽ കളക്ടർ എമിറ്റർ വോൾട്ടേജ്, VCB കളക്ടർ ബേസ് വോൾട്ടേജ്, VBE ബേസ് എമിറ്റർ വോൾട്ടേജ്. അപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൽ VC എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്ടർ എമിറ്റർ വോൾട്ടേജ് എന്താണ്? അത് VCB പ്ലസ് VBE ആണ്. VCB പ്ലസ് VBE. ആൻസർ എ ആണ്, VBE. അടുത്ത ക്വസ്റ്റ്യൻ. The stability factor of a collector feedback bias circuit is dash that of base resistor bias. The stability factor of a collector feedback bias circuit is dash that of base resistor bias. Same as, more than, less than, none of the above. The answer is option C. That is less than ആണ്. Question number 7. When either L or C is increased, the resonant frequency of LC circuit dash remains same, increases, decreases, insufficient data. When either L or C is increased, the resonant frequency of LC circuit A remains same, B increases, C decreases, D insufficient data. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിക്രീസസ്. പെർസെന്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ കൊടുത്താൽ മതി, അപ്പോൾ കിട്ടും. പെർസെന്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അവിടെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ചോപ്പോഷി കൊടുത്തിട്ടുണ്ട്. F = 1/2π√LC ആണ്. 1/2π√LC. ഇപ്പോൾ 1/2π√LC ഡിനോമിനേറ്ററാണ് വരുന്നത്. അപ്പോൾ അതിൽ വ്യക്തമാകും LOCO കൂടിയാൽ ഫ്രീക്വൻസി കുറയും, അല്ലെങ്കിൽ LOCO കുറഞ്ഞാൽ ഫ്രീക്വൻസി കൂടും. 1/2π√LC ആണ് റെസൊണൻറ്റ് ഫ്രീക്വൻസി. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഇൻക്രീസ്ഡാണ്, അപ്പോൾ ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യും. ഡിക്രീസ് ഉള്ള ആൻസർ ശരി. ആൻസർ സി ആണ് ശരിയായിട്ടുള്ളത്. അടുത്തത്. The L/C ratio of a parallel AC circuit is increased the Q factor of circuit. If L/C ratio of a parallel AC circuit is increased, the Q of the circuit is decreased, is increased, remains the same, none of the above. Answer is B. That is increased. അപ്പോൾ എന്താണ്? If L/C ratio is of a parallel circuit is increased, L/C increase ചെയ്യട്ടെ.
അപ്പോൾ ക്യൂവിന് ക്യൂ ഫാക്ടറിന് സംഭവിക്കുന്ന ക്യൂ ഫാക്ടർ. ഇപ്പോൾ ക്യൂ ഫാക്ടർ തരുന്ന കാണുന്ന ഇക്വേഷൻ ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇത് നോക്കി. ക്യൂ ഫാക്ടർ പല ഇക്വേഷൻ ഉണ്ട്. പറഞ്ഞാൽ ഇതാണ് 1/r റൂട്ട് ഓഫ് 1/r റൂട്ട് ഓഫ് L/C 1/r ഇൻറ്റു റൂട്ട് ഓഫ് L/C. L/C കൂടിക്കഴിഞ്ഞാൽ ക്യൂ കൂടും. 1/r ഇൻറ്റു റൂട്ട് ഓഫ് ആണ്. 1/r ഇൻറ്റു റൂട്ട് ഓഫ് L/C ആണ്. അപ്പോൾ എങ്ങനെയാണ് അതിന് ഉത്തരം പറയുന്നത്? ഇവിടെ ഇൻക്രീസ്ഡ് ആണ്. അപ്പോൾ ക്യൂ ഈസ് ഇൻക്രീസ്ഡ് ആണ്. ക്യൂ ഈസ് ഇൻക്രീസ്ഡ്. ആൻസർ ബി കേട്ടോ. ക്യൂ ഈസ് ഇൻക്രീസ്ഡ്. ആൻസർ ബി. കാരണം L/C കൂടിക്കഴിഞ്ഞാൽ ക്യൂ കൂടണമല്ലോ. 1/r ഇൻറ്റു റൂട്ട് ഓഫ് 6 മാത്രമേ താഴെയുള്ളൂ. റൂട്ട് ഓഫ് 1/LC അത് വരുന്നതുകൊണ്ട് അത് കൂടിയാൽ ക്യൂവും കൂടും. അടുത്ത ക്വസ്റ്റ്യൻ. If the reactance of a tuned circuit is increased, the Q of the coil. If the resistance of a tuned circuit is increased, the Q of the circuit is increased, is decreased, remains same, none of the above. Answer B ആണ്. Is decreased. If the resistance of a tuned circuit increased ആയിട്ട്. അപ്പോൾ ട്യൂൺ സർക്യൂട്ടിൻ്റെ ഈ ഇമ്പഡൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇഫ് ദ റെസിസ്റ്റൻസ് ഓഫ് എ ട്യൂൺ സർക്യൂട്ട് ഈസ് ഇൻക്രീസ്ഡ് ദ ക്യൂ ഫാക്ടർ. അപ്പോൾ ക്യൂ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1/r റൂട്ട് ഓഫ് L/C ആണല്ലോ. 6 കൂട്ടിയാൽ ക്യൂ കുറയും, ക്യൂ ഡിക്രീസ് ചെയ്യും. ആൻസർ ബി. 1/r റൂട്ട് ഓഫ് L/C ആണ്. 6 കൂട്ടിയാൽ ക്യൂ കുറയണം. 6 ഡിനോമിനേറ്ററിലാണ് വരുന്നത്. നമ്പർ 10. Most of the majority carriers from the emitter dash recombine at the base, recombine in the emitter, pass through the base region to the collector, none of the above. Most of the majority carriers from the emitter of transistor dash recombine the base, recombine the emitter, pass through the base region to the collector, none of the above. Answer C ആണ്. Pass from the base region to the collector. Next question. A transistor is connected in CB mode. If it is connected in C mode with the same bias voltage, the values of IE, IB and IC will remain the same, increase, decrease, none of the above. You read the question once again. A transistor is connected in CB mode. If it is connected in C mode with the same bias voltages, the value of IE, IB and IC will. Answer A. Remain the same. അടുത്ത question. When the temperature changes, the operating point is shifted due to. ടെമ്പറേച്ചർ മാറിയാൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് ട്രാൻസിസ്റ്ററിൻ്റെ ക്യൂ പോയിന്റ് മാറുന്നതിൻ്റെ കാരണം change in ICBO, change in VCC, CC suffix ആണ്, CBO suffix ആണ്. Change in the values of circuit resistance, none of the above. Answer is a change in ICBO. ലീക്കേജ് കറണ്ടിൻ്റെ ചേഞ്ച് ആണ് ഇതിൻ്റെ കാരണം. BC147 transistor indicates that it is made of. BC147 ട്രാൻസിസ്റ്റർ എന്തുകൊണ്ട് നിർമ്മിച്ചതാണ് എന്നാണ് പറയുന്നത്. എ ജർമേനിയം, ബി സിലിക്കൺ, സി കാർബൺ, ഡി നൺ ഓഫ് ദി അബവ്. ആൻസർ ബി സിലിക്കൺ. Next question. Double tuned circuits are used
in dash stages of a ready receiver. Double tuned circuits are used in dash stages of a ready receiver. IF stage, IF you read it as IF. IF stage, audio stage, audio frequency amplifier, AF stage. Output, none of the above. Answer A, IF stage. IF stage. In a transistor, IC is 100 milliampere and I is equal to 100.2 milliampere. The value beta is 150, about 1 200. വാല്യൂ ബീറ്റ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇവിടെ ആൻസർ ഡി ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഡി കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ ബീറ്റ എന്ന് പറഞ്ഞാൽ IC/IB ആണ്. അപ്പോൾ അത് 100/0.5 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 200 കിട്ടും. ആൻസർ ഡി ആകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഐയുടെ വാല്യൂ 100.5 എടുക്കണം. ആ കറണ്ട് ഒന്ന് കറക്റ്റ് ചെയ്താൽ ഉത്തരം ഡി തന്നെയായിരിക്കും. അല്ലെങ്കിൽ ഉത്തരം ബി ആയിട്ട് മാറും. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഇരുത്തുക, ഇൻ എ ട്രാൻസിസ്റ്റർ IC is 100 milliampere and I is equal to 100.5 നൽകുക milliampere. The value of beta is IC/IB. So I have taken IB as 0.5. കാരണം I എന്ന് പറഞ്ഞാൽ IC+IB ആണല്ലോ. അപ്പോൾ IB കാണുമ്പോൾ 100.5 minus 100.5, 100/0.5 which is 200. നമ്മൾ 0.2 വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ ഉത്തരം കിട്ടുന്നത് നമുക്ക് 50 ആകും. ഇപ്പോൾ ചോയ്സ് കിട്ടത്തില്ല. അപ്പോൾ ചോയ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ ഐയുടെ വാല്യൂ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, 100.5 ആക്കിയിട്ടുണ്ട്. അപ്പോൾ IB 0.5 ഉണ്ട്. ഈ റിലേഷൻ കൂടി ഓർക്കണം, I is equal to IC+IB. അടുത്ത ക്വസ്റ്റ്യൻ, if the value of A is 0.9 then value of beta is, ഒരു ട്രാൻസിസ്റ്ററിന് A എന്നുള്ള 0.9 ആണ്, ബീറ്റ എന്താണെന്ന് ചോദ്യം. 9, 0.9, 990. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ആൻസർ ഡി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡി കിട്ടാനുള്ള മാർഗ്ഗം ഇല്ല ഇവിടെ. ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഈ ബീറ്റ എന്ന് പറഞ്ഞാൽ α/1 - α ആണ്, അല്ലെങ്കിൽ B is equal to A/1 - A എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ആൽഫയും ബീറ്റയും ഇല്ലെങ്കിൽ അങ്ങനെ എഴുതാമല്ലോ. B is equal to α/1 - α. അപ്പോൾ 0.9 α is 0.9/1 - 0.9. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0.9/0.1 ആണ് കിട്ടുന്നത്. അത് 9 എന്ന് കിട്ടുള്ളൂ. ആൻസർ എ ആണ്. ആൻസർ എ ആയിട്ട് കറക്റ്റ് ചെയ്യുക. ആൻസർ ഡി അല്ല, എ ആയിട്ട്. ആൻസർ എ ആകണമെങ്കിൽ നമുക്ക് ഉത്തരം ഈ എയുടെ വാല്യൂ വ്യത്യാസപ്പെടണം. അടുത്ത ക്വസ്റ്റ്യൻ, the disadvantage of a base transistor method of transistor biasing is that it, അതായത് ബേസ് റെസിസ്റ്റർ മെത്തേഡ് ബയസിംഗ് ഉണ്ട് ട്രാൻസിസ്റ്ററിൻ്റെ. ഈ ബേസ് റെസിസ്റ്റർ മെത്തേഡ് ഓഫ് ബയസിംഗ് ട്രാൻസിസ്റ്റർ, അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് ഈസ് കോംപ്ലിക്കേറ്റഡ്. ഈ സെൻസിറ്റിവ് ടു ചേഞ്ചസ് ഇൻ ബീറ്റ provides high stability, none of the above. ഉത്തരം ബി ആണ്. ബി, sensitive to changes in beta. The dimensions of L/C are that of dash, Farad, Henry, Ohm, none of the above. അത് ഉത്തരം സി ആണ്, ഓം ആണ്. അതിൽ ഓർത്തിരിക്കേണ്ട സംഗതി ഇതാണ്. ഇത് L/C എന്ന് പറഞ്ഞാൽ നമ്മൾ പാരലൽ LC പഠിക്കുമ്പോൾ വരുന്നതാണ്. പാരലൽ LCR പഠിക്കുമ്പോൾ വരുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. ഇതിന് ഡൈനാമിക് റെസിസ്റ്റൻസ് എന്ന് പറയും.
ഡൈനാമിക് റെസിസ്റ്റൻസ് അളക്കുന്നത് ഓമിലാണ്, റെസിസ്റ്റൻസ് അളക്കുന്നത് ഓമിലാണല്ലോ. അപ്പോൾ L/CRനെ നമ്മൾ ഡൈനാമിക് റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്, അത് ഓമിലാണ് അളക്കുന്നത്. അതുകൊണ്ട് യൂണിറ്റ് L/CRൻ്റെത് ഓമാണ്. L/CR ഡൈനാമിക് റെസിസ്റ്റൻസ് യൂണിറ്റ് ഓം. Next question, IC is equal to alpha by 1 minus alpha into IB plus 1 by 1 minus A. 1 by 1 minus A into what? അല്ലെങ്കിൽ ഡാഷ് ബൈ 1 മൈനസ് ആൽഫ എന്ന് വരും. അപ്പോൾ അവിടെ ICB ഉണ്ട്, ICE ഉണ്ട്, IC ഉണ്ട്, IE ഉണ്ട്. അപ്പോൾ ആൻസർ വരുന്നത് എ ആണ്, ICBO ആണ്. ICBO ഇത് നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. IC എന്ന് പറഞ്ഞാൽ ഈ ആൽഫ ബൈ 1 മൈനസ് ആൽഫത്തിൽ ബീറ്റ ആണല്ലോ. ബീറ്റ IB വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ്. അവിടെ വരുന്ന ലീക്കേജ് കറണ്ട് ICBO ആണ്. ആൻസർ എ. Question number 20. In a transistor, the base current is about a dash of emitter current. 25%, 20%, 35%, 5%. Answer 5% ആണ്. Answer B, D, 5%. D, 5%. Question number 21. At a series resonance, voltage across L is dash voltage across C. At a series resistance, voltage across inductance is dash voltage across C, equal to but opposite in phase 2, equal to but in phase with, greater than but in phase with, less than but in phase with. Answer option A. Option A equal to but opposite in phase 2. Question number 22. A transistor is a dash operated device. A, current operated. B, voltage operated. C, both voltage and current. D, none of the above. Answer A, current operated device. Transistor is a current operated device. That is all with your 5th lecture on electronics. We continue in the next class. Thank you.